ചേട്ടൻ അതായത് ഡബിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ സ്വന്തം നമ്മൾ ചെയ്യുന്നു അത് ഓക്കെ, പക്ഷെ അച്ഛന് വേണ്ടിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അല്ലേ? അച്ഛന് വേണ്ടി 2 സിനിമയില്, ഒരു 1.5 സിനിമയിൽ ശരിക്കും. അതായത് അശ്വാരൂഢന്റെ പകുതി അച്ഛൻ്റെ ഒരു സസ്പെൻസ് ക്യാരക്ടറായിരുന്നു അതിനകത്ത്. സായി ചേട്ടൻ്റെ അച്ഛനായിട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ചെറുപ്പകാലം ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഒരു ഫ്ലാഷ് ബാക്ക് കട്ട്സിൽ അത് അച്ഛൻ തന്നെ ഡബ് ചെയ്തു. പിന്നെ ഒരു തീപിടുത്തം ഉണ്ടായി, അവിടുന്ന് അച്ഛൻ മരിച്ചു എന്നെല്ലാവരും വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഒരു ക്യാരക്ടർ, ഒരു സിൽവറ്റിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആരാന്ന് മനസ്സിലാവുന്നില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ, സായിച്ചേട്ടനോട് സംസാരിക്കുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ, പൊള്ളലേറ്റിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അച്ഛൻ തന്നെയാണ്, പക്ഷെ അച്ഛനാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ പാടില്ല. അതിന് സായിച്ചേട്ടൻ്റെ കണക്ഷൻ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ റിവെഞ്ചും പരിപാടികളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ജയരാജ് സാർ പറഞ്ഞു, പൊള്ളലേറ്റ ആളുടെ ശബ്ദം മാറുന്നതിനൊരു ലോജിക്കില്ലായ്മയുണ്ട്. ശബ്ദം ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവാമെന്നല്ലാതെ ഒരു പൂർണ്ണമായിട്ടും വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചായയുള്ള എന്നാൽ അച്ഛനാണെന്ന് മനസ്സിലാവാത്തൊരു ശബ്ദം വേണം. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഡബ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഡബ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ സാറിൻ്റെ ബൈ ദ പീപ്പിൾ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഇത് ശ്രീത്ത് ചെയ്യുന്നപ്പോൾ അച്ഛൻ തന്നെ ചെയ്തു, രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ എന്നിട്ട് മാറ്റിയിട്ട് അപ്പോൾ 80 വയസ്സായിട്ടുള്ള ക്യാരക്ടറിനാണ് ഞാൻ ഡബ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഹസ്കിയൊക്കെ കുറച്ച് റഫാക്കി സമയമെടുത്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ 40 വയസ്സിൻ്റെ അച്ഛനും ചെയ്തു, 80 വയസ്സിനെ ഞാനും ചെയ്തു. അങ്ങനെയാണ് ഡബ് ചെയ്തത്. അത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. പ്രാഞ്ചിയേട്ടൻ സെയിൻ്റെ ഡബ്ബിങ് നടക്കുമ്പോൾ അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ രഞ്ജിത്തേട്ടൻ എനിക്ക് വേണ്ട ഇതാരോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇത് ശ്രീജിത്ത് എന്ന് ചെയ്തോ. അച്ഛൻ ആ സമയത്ത് ആഫ്രിക്കയിലായിരുന്നു, എൻ്റെ ബ്രദർ ആഫ്രിക്കയിലാണ്, ബോട്സ്വാനയിലാണ്. പെട്ടെന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പടം മുഴുവൻ ഞാൻ ഡബ് ചെയ്തു. പ്രാഞ്ചിയേട്ടൻ ഫുൾ ഞാനാണ് ഡബ് ചെയ്തത്. അത് പല ആൾക്കാർക്കും അറിയില്ല. അതെ, അതായത് ആ ക്യാരക്ടർ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സൗണ്ട് അല്ല എന്നുള്ള രീതിയിൽ ചെറിയ വ്യത്യാസം തോന്നും. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ സിനിമയിൽ പറഞ്ഞ ഡയലോഗ്? എന്തെങ്കിലും നമുക്കിപ്പോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ? ഡയലോഗ് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം. പുതുപ്പേട്ടൻ നിന്റെ അടുത്ത് മാത്രമേ ഇറക്കാറുള്ളൂ, അത് പറ്റാണ്ടാവുമ്പോ പുതുപ്പേട്ടൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും, ഇറക്കലിനല്ല എൻ്റെ ലൈഫിന്. എന്തെങ്കിലും ആവശ്യം വിളിച്ചോട്ടാ, ഞാൻ കാസിനോന്റെ ബാറിലുണ്ടാവും. ആൻഡ് ഇപ്പോ എന്താ പറയുക, നമ്മൾ എപ്പോഴും പറയും കുറെ പോലീസ് ക്യാരക്ടേഴ്സ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതങ്ങ് മനസ്സിൽ നിൽക്കും. അതേപോലെയാണ് ചേട്ടന്റെയും ഈ ആ ഒരു വേഷം ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് തന്നെയാന്ന് തോന്നുന്നു. ഞാൻ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു തുടങ്ങുന്ന സമയത്ത് ഗുണ്ടാവേഷങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറേ തുടർച്ചയായിട്ട് മട്ടാഞ്ചേരി ഗുണ്ടാന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കും. ഞാൻ വന്നിറങ്ങുമ്പോഴേക്കും എനിക്ക് മേക്കപ്പുകാർ ഇവിടെ ഒരു വെട്ടിട്ട് തരും. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു വെട്ടുണ്ട്, അതൊന്ന് കുത്തി പഴുപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു കോസ്റ്റ്യൂമിൽ ഒരു ചങ്ങല, സിൽവർ ചങ്ങല കിട്ടും. പിന്നെ ഒരു ലുങ്കിയും പുറത്തേക്ക് കറങ്ങുന്ന ട്രൗസറും തരും. ആർട്ടുകാർ ഒരു വടിവാളം തരും. അത് സെറ്റാണ്. ശ്രീത്ത് വന്ന് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് തരിക. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു. അപ്പം എനിക്ക് കുറേശ്ശെ ഇങ്ങനെ അടുത്തൊക്കെ തുടങ്ങി. അപ്പോൾ അത് പോലീസൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ പോലീസ് ഏതിലാണ് തുടങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. കിളിപോയാണോ? അല്ല, അതിന് മുമ്പേ ഉണ്ട്. അപ്പൊ പോലീസ് ചെയ്ത് തുടങ്ങി. യൂണിഫോം ഒന്നും കുഴപ്പമില്ല, ഇവനിട്ടാ വലിയ കുഴപ്പമില്ലെന്നൊക്കെ ആൾക്കാർക്ക് തോന്നിയത് കൂടിയിട്ട് പിന്നെ തുടർച്ചയായിട്ട് പോലീസായി. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഒരുപാട് പോലീസ് വേഷം. പലതും ഞാൻ പോലീസ് ആയതുകൊണ്ടില്ല, ഞാൻ അതിനു വേണ്ടി താടിയൊക്കെ വളർത്തി തുടങ്ങി. അപ്പൊ പലതും നമ്മൾ വേണ്ടെന്ന് വെക്കാൻ കുറച്ചും കൂടി റീസണായി. മറ്റത് പലപ്പോഴും ഒന്നും നോക്കാതെ ചിലപ്പോൾ നമ്മൾ ചെയ്യില്ല എന്ന് പറയാനും പറ്റില്ല. അപ്പോ പിന്നെ ചെയ്യുന്നത് ആരും മോശം പറയുന്നില്ല, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഇപ്പോൾ ആറാട്ടിൽ കുറച്ചാണെങ്കിലും അതിൽ നല്ല അഭിപ്രായം വന്നു. മേപ്പടിയാനിൽ പോലീസ് ചെയ്തു, അതിന് ക്ലാപ്സൊക്കെ കിട്ടി തിയേറ്ററിൽ. അതും എൻ്റെ കഴിവല്ല, അത് ആ റൈറ്റിങ്ങിൻ്റെ കഴിവാണ്. അത് കറക്റ്റ് പോയിന്റിൽ വന്ന് കറക്റ്റ് സാധനം പറഞ്ഞതിൻ്റെ ഗുണമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ല മറ്റേ പോലീസ് യൂണിഫോം ഞാൻ പറഞ്ഞ് തയ്പ്പിച്ച് പെൻഷനൊക്കെ തരുന്ന ഒരു ജോലി എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഡിപ്പാർട്ട്മെന്റിലൊക്കെ എടുത്ത്. പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് വളരെ സന്തോഷം തന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒരു ക്യാരക്ടർ ഡാൻസർ ആയിട്ട് മത്തായി കുറച്ച് സ്ത്രൈണതയുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതൊന്നും ശ്രീജിത്തേട്ടൻ്റെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ്. ഞാൻ അങ്ങനത്തെ നമ്മൾ അന്വേഷിക്കുന്നത് അത്തരം. ഇപ്പം ഞാൻ ഓരോരുത്തരെ വിളിച്ചു ചോദിക്കും, പണ്ടൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ശ്രീതാണ്ട് പറ്റിയ വേഷമില്ല എന്ന് പറയും, അതായത് ഗുണ്ടാ വേഷമില്ല എന്നാണ്. ഇപ്പൊ ചോദിക്കുമ്പോൾ ദൈവം സഹായിച്ച് അതിന്ന് കുറച്ച് മാറി. ഇപ്പോൾ അങ്ങനെ പറ്റിയ വേഷമില്ല എന്ന് പറയുമായിരിക്കും, പക്ഷെ എന്നാലും പറ്റിയ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു വേഷമില്ല. കാരണം നമ്മൾ ഒരുവിധം എല്ലാം ഒന്ന് പരിശ്രമിക്കുകയും ഒരു പരിധിവരെ കുറച്ചൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ വേഴ്സറ്റാലിറ്റി എന്നുള്ളൊരു ഏരിയയിൽ നമുക്ക് ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു കന്നഡ പടം ചെയ്തു, ഹാപ്പിലി മാരീഡ് എന്ന് പറഞ്ഞ കന്നഡ പടം ചെയ്തു. തമിഴിലൊരു 6-7 പടമായി. ഒരു ഹിന്ദി സീരീസ് അഭിനയിച്ചു, ഹാഫ് പാൻസ് ഫുൾ പാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയും പുറത്തുമൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം നമുക്കൊരു സ്പേസ് ഉണ്ട് എന്ന്
സന്തോഷപൂർവ്വം തിരിച്ചറിയുന്നുണ്ട്. അതെ, അതെ. എന്തായാലും പുതിയ പ്രോജക്ട്സ് ഇപ്പൊ കന്നഡ പറഞ്ഞു, പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കനകരാജ്യം എന്ന് പറഞ്ഞ് സത്യം മാത്രമേ ബോധിപ്പിച്ചത് സാഗർ ചെയ്യുന്നവരാണ്. ഇന്ദ്രൻ സാറിനാണ് ചാനൽ ക്യാരക്ടർ കനകരാജ്യം. ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ അഭിനവിന്റെ സിനിമയാണ്. വിനീതാണ് അഭിനയിക്കുന്നത്. അങ്ങനെ കുറച്ച് വേഷങ്ങൾ. ചേച്ചിയുടെ ഏതാണ് റിലീസ് ആവാനിരിക്കുന്ന പടങ്ങൾ? അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ആടുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതാവുമ്പോ കുറച്ച് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൺവീനിയന്റ് ആണ്. പിന്നെ നമ്മള് സിനിമയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു നോക്കുന്നത് അങ്ങനെ റെലവെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ നമ്മളൊരു സെൻട്രൽ ക്യാരക്ടർ എന്നൊന്നും പറയുന്നില്ലെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ചെയ്യാം. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ഇറങ്ങാനിരിക്കുന്ന സിനിമകൾക്കും പുതിയ പ്രോജക്ട്സിനും എല്ലാം ഓൾ ദി ബെസ്റ്റ്.